The nurse is working with a client who has been diagnosed with hypervolemia. Which of the following condition can cause hypervolemia? Select all that apply. Heart failure, renal failure, type 1 diabetes mellitus, third degree burns, hormonal imbalances. Okay. ഹൈപ്പർവോളീമിയ. ഓക്കെ, ഹൈപ്പർവോളീമിയ ഉള്ള പേഷ്യൻ്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഹൈപ്പർവോളീമിയ ഉണ്ടാകുന്നതെന്ന് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഹൈപ്പർവോളീമിയയ്ക്ക് ചില സാധ്യതകൾ പറയാം. എന്ന് വെച്ചാൽ ഏതൊക്കെ കേസുകൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. അതിന് മുമ്പ് ചില സാധ്യതകൾ ഹൈപ്പർവോളീമിയ ഉണ്ടാകാൻ. എന്ന് വെച്ചാൽ ഹൈപ്പർവോളീമിയ എന്താണ്? ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നതാണ്. ബോഡിയിൽ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബോഡിയിലെന്ന് പറയാൻ പറ്റത്തില്ല, ബ്ലഡിൽ. അതാണ് ചെറിയൊരു തെറ്റ് വരുന്നത്. തേർഡ് സ്പേസിങ് ആയിപ്പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ബ്ലഡിൽ നിന്ന് ഇൻ്റർസ്റ്റിഷ്യൽ സ്പേസിലോട്ട് ഫ്ലൂയിഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ എഡിമ ഉണ്ടാവും. ആ വെള്ളം നമ്മുടെ ശരീരത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹൈപ്പർവോളീമിയ അല്ല. വൊളീമിയ എന്ന് പറഞ്ഞാൽ ഈമിയ ബ്ലഡാണ്. ബ്ലഡിൽ വെള്ളം കൂടുക എന്നാണ് അർത്ഥം. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? സോ അതാണ് കാരണം. ഒരു തെറ്റുണ്ടാവും നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ. ശരീരത്തിലല്ല, ബ്ലഡിൽ വെള്ളം കൂടാനുള്ള സാധ്യതകൾ. ഒന്ന് ഹാർട്ട് ഫെയിലുവർ, അതിൻ്റെ കാരണം ഞാൻ പറയാം. കിഡ്നി ഡിസീസ് രണ്ടാമത്തെ കാരണം. ലിവർ ഡിസീസ് മൂന്നാമത്തെ കാരണം. ലിവർ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൽബുമിൻ കുറയുന്നതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അത് കാരണം ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഓക്കെ, അതൊരു റീസൺ ആയിട്ട് പറയുന്നു. അടുത്തത് എക്സസീവ് ഫ്ലൂയിഡ് ഇൻടേക്ക്. സ്വാഭാവികമായിട്ട് വെള്ളം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് IV ഫ്ലൂയിഡ്സ് ഒക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അത് ഹൈപ്പർവോളീമിയ ഉണ്ടാക്കാം. ഹോർമോണൽ ഇംബാലൻസസ്. ഓക്കെ, മെഡിക്കേഷൻസ്, ചില ഡ്രഗുകൾ, പ്രധാനമായിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. സ്റ്റീറോയിഡ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഫംഗ്ഷണലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ആൻഡ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ. സ്വാഭാവികമായിട്ടും വെള്ളത്തിനെ ഉപ്പിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുമ്പോൾ വെള്ളം കൂടും. വെള്ളം കൂടുന്നതിനാണ് ഹൈപ്പർവോളീമിയ എന്ന് പേരിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്റ്റീറോയിഡ്സും NSAIDസിനും ഒക്കെ അങ്ങനെ ചില പ്രശ്നമുണ്ട്, ഫ്ലൂയിഡ് റിട്ടൻഷൻ. സോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഹൈപ്പർവോളീമിയ ഉണ്ടാകാം. ഞാനിത് എക്സ്ട്രാ 2-3 പറഞ്ഞു തന്നത്. ഇപ്പോൾ കൊടുത്തിട്ടുള്ളതിൽ ചിലത് നമുക്ക് കിട്ടും, അതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം. ചിലപ്പോൾ ഈ എക്സ്ട്രാ കിടക്കുന്നത് ഇനി വേറൊരു ക്വസ്റ്റ്യൻ വന്നാലോ എന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. അത് വരുമോ വരത്തില്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഹൈപ്പർവോളീമിയയുടെ കാരണമാണോ ഹാർട്ട് ഫെയിലുവർ? ആണ്. എന്തുകൊണ്ട്? ഹാർട്ട് ഫെയിലുവറിൽ സംഭവിക്കുന്നത് എന്താണ്? ഹാർട്ട് അഡിക്വേറ്റ് ആയിട്ട് പമ്പ് ചെയ്യുന്നില്ല, പുറത്തോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. അപ്പം പമ്പ് ചെയ്യാതാകുമ്പോഴത്തേക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോഴത്തേക്ക് ബാക്കിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അതൊരു ലോജിക്ക്. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് കിഡ്നിയിൽ മിക്ക ഓർഗൻസിലോട്ടും പെർഫ്യൂഷൻ കറക്റ്റായിട്ട് ഉണ്ടാകത്തില്ല, കൃത്യമായിട്ട് എത്തില്ല ബ്ലഡ്. മനസ്സിലാവുന്നുണ്ടോ? ഓർഗൻസിലോട്ട്, പ്രത്യേകിച്ച് കിഡ്നിയിലോട്ട്. ഏകദേശം 20-25% ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുന്ന കിഡ്നിയിലോട്ടാണ് പോകേണ്ടത്. അവിടുന്ന് അത് ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ചു വരണ്ട, യൂറിനായിട്ട് വേസ്റ്റൊക്കെ കളയേണ്ട, വെള്ളവും വേസ്റ്റും ഒക്കെ പോകേണ്ടതാണ്. അപ്പം കിഡ്നിയിൽ ബ്ലഡ് എത്തുന്നില്ല, എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കേണ്ടത്? എന്താണ്? യൂറിൻ ഫോർമേഷൻ ഉണ്ടാകത്തില്ല, ഒളിഗൂറി ഉണ്ടാവും. അപ്പോൾ എവിടെ പോകാൻ? ഇതൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും, വെള്ളം കെട്ടിക്കിടക്കില്ലേ? ഹൈപ്പർവോളീമിയ ഉണ്ടാവും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ. അത് ഡയറക്റ്റ് റീസണാണ്. കിഡ്നി ആണ് നമ്മുടെ വാട്ടർ ബാലൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, അല്ലേ? പിന്നെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് കിഡ്നി. വേണ്ടാത്തതൊക്കെ എടുത്ത് പുറത്ത് കളയുക, വേണ്ടതിനെയൊക്കെ പിടിച്ചു നിർത്തുക, അല്ലേ? വെള്ളം കൂടുതലാണെങ്കിൽ അത് കളയുക, വെള്ളം കുറവാണെങ്കിൽ റീഅബ്സോർബ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പണിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീനൽ ഫെയിലുവറുള്ള പേഷ്യൻറ്റിന് നമുക്കറിയാം ഫ്ലൂയിഡ് റിട്ടൻഷനാണ്. കിഡ്നി പണി കിട്ടി കിടക്കുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പറയേണ്ട, യൂറിൻ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. യൂറിൻ പോകാതാകുമ്പോഴത്തേക്ക് ശരീരത്തിൽ കെട്ടിക്കിടക്കും, ഹൈപ്പർവോളീമിയ ഉണ്ടാവും. സിമ്പിൾ ലോജിക്ക്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻറ്റിന് ഹൈപ്പർവോളീമിയ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. കാര്യം എന്താ വെച്ചാൽ, ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്നുവെച്ചാൽ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, പൂർണ്ണമായിട്ടും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നില്ല. അത് പോട്ടെ, ആ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞാലേ, അതൊക്കെ ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിൽ യൂഷ്വലി ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഇംബാലൻസേ ഉണ്ടാകത്തില്ല, കുറയിലും കൂടുതലും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഹൈപ്പർഗ്ലൈസീമിയയിലോട്ട് പോയാൽ, എന്നുവെച്ചാൽ ഷുഗർ ലെവൽ കൂടി നിന്നുള്ള കുഴപ്പം നമുക്കറിയാം, പോളിയൂറിയ ഉണ്ടാവും. ശരിയല്ലേ? ബ്ലഡ് ഗ്ലൂക്കോസിൽ കൂടുമ്പോൾ ഈ കൂടിയ ഗ്ലൂക്കോസിനെ കൊണ്ടുപോകാൻ വെള്ളം വേണം പുറത്ത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് കിഡ്നിയിലൂടെ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെള്ളം എല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴത്തേക്ക് അത് പോളിയൂറിയാവും. യൂറിൻ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂടും, അല്ലേ? സോ അങ്ങനെ പോളിയൂറിയ ഉണ്ടാകുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഹൈപ്പോവോളീമിയ ഉണ്ടാവും. ഹൈപ്പർവോളീമിയ അല്ല. ഇവിടെ ഹൈപ്പർവോളീമിയയുടെ കാരണമാണ് ഇവർ ചോദിക്കുന്നത്. മനസ്സിലായി? സോ അതുകൊണ്ട് അത് വിട്ടുകളയാം. അടുത്തത് തേർഡ് ഡിഗ്രി ബേൺസ്. ക്ലിയർ അല്ലേ? അത് ഓപ്ഷൻ സി, ഡയബറ്റീസ് മെലിറ്റസ്
കാരണമല്ല. അങ്ങനെ പഠിക്കണം കേട്ടോ. കാരണം ഡയബറ്റീസ് മെലിറ്റസിൽ ഹൈപ്പോവോളീമിക് ആണ്. ഇൻ കേസ് അത് കുറച്ച് കൂടി നിൽക്കുകയാണെങ്കിൽ സാധ്യത, ഹൈപ്പർ അല്ല. 3rd ഡിഗ്രി ബേൺസിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തേർഡ് സ്പേസിങ് ഉണ്ട് ഒന്ന്, പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ട്. ഈ 2 രീതിയിലും അവർക്ക് ഹൈപ്പോവോളീമിയ ഉണ്ടാവും. മനസ്സിലാവുന്നു? ഹൈപ്പോവോളീമിയയും ഹൈപ്പോനാട്രീമിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബേൺസ് ഉള്ള പേഷ്യൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റെപ്ലിനിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അതിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ബേൺസിൽ. അല്ലെ പേഷ്യൻ്റ് മരിച്ചു പോവും ഷോക്കായിട്ട്, ഹൈപ്പോവോളീമിക് ഷോക്കിലോട്ട് പോയിട്ട്. അപ്പോൾ തന്നെ അറിയാം ഹൈപ്പോവോളീമിക് ഷോക്ക് ഇല്ലേ. ഇങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇൻട്രാവാസ്കുലാർ സ്പേസിൽ വെള്ളം ഇല്ലാത്തതിനെ, വെള്ളം കെട്ടിക്കിടക്കുന്നതിന് ഹൈപ്പർവോളീമിയ എന്നും, ഇൻട്രാവാസ്കുലാർ സ്പേസിൽ അല്ലെങ്കിൽ ബ്ലഡിൽ വെള്ളം കുറയുന്നതിന് ഹൈപ്പോവോളീമിയ എന്നും പറയുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്ലൂയിഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് പോകുന്നു. പിന്നെ അതുകൂടാതെ നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു അല്ലേ, ഹീറ്റ് ലോസ് ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് അവിടെ ഹൈപ്പോവോളീമിയാണ് ഉണ്ടാകുന്നത്, ഹൈപ്പർവോളീമിയ അല്ല. മനസ്സിലായോ? അപ്പോൾ അത് നോട്ട് ചെയ്തോളൂ. ബേൺസിലും തെറ്റാണ്. ഹോർമോണൽ ഇംബാലൻസസ് കറക്റ്റ് ആണ്. ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഹൈപ്പർവോളീമിയ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഞാൻ ഡ്രഗ്സ് ആയിട്ട് പറഞ്ഞില്ലേ, ആ ചിന്ത ഒന്ന് നാച്ചുറലായിട്ട് ചിന്തിച്ച് നോക്കി. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ആൾഡോസ്റ്റിറോണും പിന്നെ വേറെ മറ്റേ കോർട്ടിസോളും അല്ലേ, കോർട്ടിസോളും ഒക്കെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇവന്മാരൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള സോഡിയം ഇതും കൂടെ ചേർത്ത് എങ്ങാണ്ട് 250ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഞാനിത് പറയുന്നത്. അപ്പം സോഡിയം വാട്ടർ റിട്ടൻഷനും പൊട്ടാസ്യം എക്സ്ക്രീഷനുമാണ്. അപ്പം ഇത് കൂടുന്ന അവസ്ഥയിൽ, ഉദാഹരണം കുഷിംഗ് സിൻഡ്രോം എടുത്ത് നോക്കിക്കോ, അവിടെ ഹൈപ്പർവോളീമിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് പേഷ്യൻറ്റിന്. ശരിയല്ലേ? അപ്പം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഹൈപ്പർവോളീമിയ സംഭവിക്കാം. സോ അതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റാണ്. സിയും ഡിയും എടുത്ത് കളഞ്ഞേക്ക്, ബാക്കി ഇട്ടോ. A, B, E കറക്റ്റ് ആൻസേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ Nclex-RN വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ, Nclex-RNൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജിൽ തിയറി ക്ലാസ് 60 hours വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതായിരിക്കും. തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും സിലബസ് അനുസരിച്ചിട്ട് സിസ്റ്റം വൈസ് ആണ് ചെയ്തു പോകുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡെമോ ക്ലാസ്സസ് നമ്മുടെ Nursingflix ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. മറ്റൊരു എടുത്തു പറയേണ്ട പോയിന്റ്, സമയം നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഒരു പ്രശ്നമാകില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് Nclex-RNൻ്റെ കാര്യം. പിന്നെ സൗദി പ്രോമെട്രിക്ക്, കുവൈറ്റ് പ്രോമെട്രിക്ക് പോലുള്ള പ്രോമെട്രിക് എക്സാംസിനും DHA, HAAD, MOH, NHRA, Pearson VUE പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 5 ഡേയ്സിൻ്റെ മിനി ക്രാഷും 60 ഹവേഴ്സിൻ്റെ മെയിൻ ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ്. ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.